ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. മനസ്സ് ആഗ്രഹങ്ങളാൽ നിറഞ്ഞിട്ടില്ലാത്ത ഒരാൾക്ക് ഭയമില്ല. ബുദ്ധൻ. 1. മോഹങ്ങൾ വിട്ടുകളയുന്നതിന്റെ സ്വാതന്ത്ര്യം. ആഗ്രഹങ്ങൾ നമ്മെ നിയന്ത്രിക്കുന്നതിൽ നിന്നും വിട്ട് ലഭിക്കുന്നതും നഷ്ടപ്പെടുന്നതും സ്വീകരിക്കാനുള്ള കഴിവ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം ലഭിക്കില്ലെന്നും ചിലപ്പോൾ നഷ്ടപ്പെടലുകൾ അനിവാര്യമാണെന്നും തിരിച്ചറിയുമ്പോൾ ഭയത്തിന് കുറവ് വരുന്നു. 2. അനിശ്ചിതത്വത്തെ പുണരുക. ഭാവി എന്തായിരിക്കുമെന്ന് നമുക്ക് അറിയില്ല, പക്ഷേ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആഗ്രഹങ്ങളില്ലാതിരിക്കുന്നതിലൂടെ ഭാവിയിലേക്കായി കെട്ടിപ്പുണയപ്പെടുന്നില്ല. അതിനാൽ അനിശ്ചിതത്വം ഭയത്തെക്കാൾ ആവേശമായി അനുഭവപ്പെടാം. 3. ഇപ്പോഴത്തെ വിലമതിക്കുക. ആഗ്രഹങ്ങൾ പിന്നിലേക്ക് നീങ്ങുമ്പോൾ നിലവിലുള്ള നിമിഷങ്ങളെ പൂർണ്ണമായി അനുഭവിക്കാനും അതിലെ സന്തോഷം കണ്ടെത്താനും കഴിയുന്നു. ഭയത്തിന് പകരം നന്ദി നിറയുന്നു. 4. ആന്തരിക സമാധാനം. ആഗ്രഹങ്ങളുടെ അഭാവം ആന്തരിക സമാധാനത്തിലേക്ക് നയിക്കുന്നു. നേട്ടങ്ങളും നഷ്ടങ്ങളും ജീവിതത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഉയർച്ചകളും ഇറക്കുകളും സമ്മതദായകമായി സ്വീകരിക്കാൻ കഴിയുന്നു. 5. സ്വയം സ്വീകരിക്കൽ. ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുക എന്നത് സ്വയം സ്വീകരിക്കലിന്റെ പാതയാണ്. നമുക്ക് എന്തായിരിക്കാൻ കഴിയുമോ അത് തിരിച്ചറിയാനും അതിൽ സംതൃപ്തരാകാനും സഹായിക്കുന്നു. ഇത് ആത്മവിശ്വാസവും ധൈര്യവും വർദ്ധിപ്പിക്കുന്നു. കേരളത്തിലെ കാടിന്റെ മടിത്തട്ടിൽ ഒരു ആശ്രമത്തിൽ താമസിച്ചിരുന്ന മുനി ഒരു ശിഷ്യനോട് പറഞ്ഞു, പുത്ര, ആഗ്രഹങ്ങളില്ലാത്തവന് ഭയമില്ല. ശിഷ്യൻ സംശയത്തോടെ ചോദിച്ചു, ഗുരോ, എങ്ങനെയാണ് മോഹങ്ങൾ ഉപേക്ഷിക്കുക? ജീവിതം തന്നെ ആഗ്രഹങ്ങളില്ലാതെ എന്താണ് അർത്ഥം? മുനി ചിരിച്ചു പറഞ്ഞു, വരൂ, നമുക്ക് പുഴയിലേക്ക് പോകാം. അവർ പുഴക്കരയിലെത്തി മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നു. മുനി ചോദിച്ചു, നീ ഈ പുഴ കടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ശിഷ്യൻ മൂക്ക് ചുളിച്ചു, ഇതിൽ എന്തിന്റെ ആവശ്യം? ഇക്കരെ തന്നെ നമുക്ക് ഇരിക്കാം. ശരിയാണ്, മുനി സമ്മതിച്ചു. പക്ഷേ നിന്നെക്കാൾ പ്രായമായ ഒരാൾ മറുകരയിൽ കുടുങ്ങിയിരിക്കുന്നുവെന്ന് തോന്നുക. അയാൾ നിന്നോട് സഹായം അഭ്യർത്ഥിക്കുന്നു. നീ പോകുമോ? ശിഷ്യൻ ചിന്തിച്ചു, അതെ, ആ സഹായം ചെയ്യണം. പക്ഷേ പുഴയിൽ മുതലകളുണ്ട്. മുനി മുന്നറിയിപ്പ് നൽകി. പോകേണ്ടെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. ശിഷ്യൻ ദൃഢനിശ്ചയത്തോടെ മറുപടി പറഞ്ഞു, പോകണം, ആവശ്യമായ സഹായം ചെയ്യണം. മുനി ഒരു തടികഷ്ണം കണ്ടെത്തി അതിൽ കയറി പുഴയിലേക്ക് ചാടി. ശിഷ്യൻ ഞെട്ടിപ്പോയി. ഗുരോ, എന്താണ് ചെയ്യുന്നത്? മുനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മുതലകളെപ്പറ്റി പറഞ്ഞതിൽ നിന്നും നീ ഭയന്നില്ലേ? എന്താണ് നിന്നെ പിന്തിരിപ്പിക്കുന്നത്? ശിഷ്യൻ മനസ്സിലായി. നിസ്വാർത്ഥമായ പ്രവൃത്തിക്കായുള്ള ആഗ്രഹം ഭയത്തെ മറികടന്നു. അദ്ദേഹം തടികഷ്ണം കണ്ടെത്തി പുഴയിലേക്ക് ചാടി മുനിയോട് ചേർന്നു. അവർ രണ്ടുപേരും സുരക്ഷിതമായി മറുകരയിൽ എത്തി. പുഴ മറികടന്നതിന്റെ ആശ്വാസത്തോടെ ഇരിക്കുമ്പോൾ മുനി പറഞ്ഞു, പുത്ര, ഈ കഥ ഓർക്കുക. ആഗ്രഹങ്ങൾ, സ്വയം നേട്ടം എന്നിവയ്ക്കുപരി സഹജീവികളെ സഹായിക്കാനുള്ള ആഗ്രഹം നിങ്ങളെ ഭയത്തിൽ നിന്നും മോചിപ്പിക്കും. നിസ്വാർത്ഥ സ്നേഹവും കാരുണ്യവും നിങ്ങളുടെ ഹൃദയം നിറയ്ക്കുമ്പോൾ ഭയത്തിന് സ്ഥാനമില്ല. രാത്രിയിൽ അവർ ആശ്രമത്തിലേക്ക് മടങ്ങുമ്പോൾ ഇരുട്ടിന്റെ മറവിൽ ഒരു കൂട്ടം കവർച്ചക്കാർ അവരെ വളഞ്ഞുമറിഞ്ഞു. ധനമോ ആഭരണങ്ങളോ ഇല്ലാതിരുന്നതിനാൽ കവർച്ചക്കാർ കോപിഷ്ഠരായി. നിങ്ങൾക്കെന്താണുള്ളത്? അവരിലൊരാൾ ഗർജിച്ചു. മുനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഭയമില്ല, സുഹൃത്തുക്കളെ. സ്വത്തോ സമ്പത്തോ ഞങ്ങൾക്കില്ല, പക്ഷേ നിങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കവർച്ചക്കാർ അമ്പരപ്പിച്ചു. ഞങ്ങളെ എങ്ങനെ സഹായിക്കും? അവരിലൊരാൾ ചോദിച്ചു. മുനി വിശദീകരിച്ചു, നിങ്ങൾ ഈ വഴി പോകുന്നത് ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷപ്പെടാനാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ വഴി തെറ്റാണ്. കുറച്ചു ദിവസം ഞങ്ങളോട് കൂടി ചെലവഴിക്കൂ. നിങ്ങൾക്കും മറ്റൊരു ജീവിതമുണ്ട്. ദയയും നിസ്വാർത്ഥതയും നിങ്ങളുടെ ഹൃദയം നിറയ്ക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. കുറച്ച് കവർച്ചക്കാർ സംശയത്തോടെ മുനിയുടെ വാക്കുകൾ കേട്ടു. മറ്റുള്ളവർ പരിഹസിച്ചു. പക്ഷേ അവരിലൊരാൾ, നേതാവ്, മുനിയുടെ കണ്ണുകളിലെ ആത്മാർത്ഥത കണ്ടു. അവൻ മുനിയോട് സമ്മതിച്ചു. ശരി, ഞങ്ങൾ നിങ്ങളോടൊപ്പം വരാം. പക്ഷേ ഞങ്ങൾ മാറുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? മുനി ചിരിച്ചു, എല്ലാവർക്കും മാറാനുള്ള കഴിവുണ്ട്. ഭയങ്ങളിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നും മുക്തരാകുകയാണ് വേണ്ടത്. അങ്ങനെ കവർച്ചക്കാർ ആശ്രമത്തിൽ താമസിച്ചു. അവർ കൃഷി, കൈത്തൊഴിൽ, മറ്റുള്ളവരെ സഹായിക്കൽ എന്നിവയിൽ ഏർപ്പെട്ടു. ക്രമേണ അവരുടെ ഹൃദയം ദയയും കാരുണ്യവും കൊണ്ട് നിറഞ്ഞു. ഭയവും ദേഷ്യവും മാറി സമാധാനവും സന്തോഷവും നിറഞ്ഞു. ഒരു ദിവസം ആ കവർച്ചക്കാർ ഗുരുവിനോട് യാത്ര പറഞ്ഞു. ഇന്ന് ഞങ്ങൾ മാറിപ്പോയി.
നിങ്ങൾ ഞങ്ങളെ ഭയത്തിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നും മോചിപ്പിച്ചു. ഇനി ഞങ്ങൾ നല്ല വഴിയിൽ ജീവിക്കും. ഗുരു അവരെ അനുഗ്രഹിച്ചു. ഓർക്കുക, ഭയത്തിനു പകരം സ്നേഹവും ആഗ്രഹങ്ങൾക്ക് പകരം നിസ്വാർത്ഥതയും നിങ്ങളുടെ ഹൃദയം നിറയ്ക്കുമ്പോൾ ജീവിതം സന്തോഷവും സമാധാനവും നിറഞ്ഞതാകും. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.